എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. 2024-25 വർഷത്തെ സമ്പൂർണ്ണ വിഷുഫലത്തിൽ ഇന്ന് നമ്മൾ മേടക്കൂറുകാരുടെയും ഇടവക്കൂറുകാരുടെയും വിഷുഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിലാദ്യം നമുക്ക് മേടക്കൂറുകാരുടെ വിഷുഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. മേടക്കൂറ് എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം, ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടക്കൂർ എന്ന് പറയുന്നത്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന വിഷുവർഷം ഏറ്റവും ഗുണദായകമായ ഫലങ്ങൾക്ക് നിദാനമായി തീരുന്ന ഒരു വർഷമാണെന്ന് ഉറപ്പായിട്ടും പറയാവുന്നു. മേടക്കൂറുകാരുടെ വിഷുഫലത്തിൽ അധികാരപ്രാപ്തിയും ഉന്നത വിജയവും സാമ്പത്തിക നേട്ടവും മാനസിക സന്തോഷവും ഒക്കെയാണ് ഈ വർഷം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇലക്ഷനിൽ നിൽക്കുന്നവർക്കുമൊക്കെ വിജയിക്കാൻ വളരെയേറെ സാധ്യതയുള്ളൊരു വർഷമാണെന്ന് പറയാവുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ ഉന്നത പഠനത്തിനും പരീക്ഷകളിൽ ഉയർന്ന മാർക്കുകൾ വാങ്ങി വിദേശ പഠനത്തിനുമൊക്കെ സാധ്യമാകുന്ന ഒരു വർഷമാണ്. ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉയർന്ന പ്രമോഷനുകൾ ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണ്. ഈ വിഷുവർഷം ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായൊരു വർഷമാണ് മേടക്കൂറിൽ പിറന്നവർ. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കുവാനും ജോലി കരസ്ഥമാക്കുവാനും കഴിയുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ്. അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങൾക്കൊക്കെ അനുകൂലമായ ഒരു വിഷുവർഷമാണ് വരാൻ പോകുന്നത്. വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർ, കലാകാരന്മാർക്കൊക്കെ പ്രശസ്തി, സാമ്പത്തികമായ അഭിവൃദ്ധി, അവാർഡുകൾ ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വിഷുവർഷമാണ്. അതുപോലെ കർഷകർക്ക്, ബിസിനസ്സുകാർക്ക്, ഇങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വിഷുവർഷമാണെന്ന് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുവർഷം ഏറ്റവും ഗുണദായകമായിരിക്കും. അപ്പോൾ എല്ലാ മേടക്കൂറുകാർക്കും ഏറ്റവും നല്ല ഗുണഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് ഇടവക്കൂറുകാർക്ക് ഈ വിഷുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ് ഈ വരാൻ പോകുന്ന വിഷുവർഷം എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങൾ, ആദ്യത്തെ പാദം മേടക്കൂറിലാണ്, പിന്നീട് വരുന്ന 2, 3, 4 പാദങ്ങൾ, അങ്ങനെ കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ, ഇത്രയും ചേരുന്നതാണ് ഇടവക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് വരാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. വിദേശയാത്രയും ഉന്നത പഠനവും ഒക്കെ ആഗ്രഹിക്കുന്നവർ വിദേശത്ത് പോകുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി പോകുന്നത് ഉചിതമായിരിക്കും. അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെയേറെ ആലോചിച്ചും ചിന്തിച്ചും ഒക്കെ പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പലതരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഈ വിഷുവർഷത്തിൽ വന്നു ചേരാൻ സാധ്യതകളുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങളെ നേരത്തെ മനസ്സിലാക്കി അതിനുവേണ്ട പ്രതിവിധികൾ കണ്ടെത്തി മുമ്പോട്ട് പോകുന്നത് ഗുണകരമായിരിക്കുമെന്ന കാര്യം പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ കർമ്മമേഖലയിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു വർഷമാണ്. ഉദ്യോഗാർത്ഥികൾ കഠിനമായി പ്രവർത്തിച്ചെങ്കിലും കഠിനമായി പ്രയത്നം കൊണ്ട് മാത്രമേ നേട്ടം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. നന്നായി പ്രവർത്തിക്കുക. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പങ്കെടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോവുക. അതുപോലെ തന്നെ കലാകാരന്മാർക്കൊക്കെ അത്ര അനുകൂലമായൊരു വർഷമല്ല എന്നുള്ളതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. എങ്കിലും ദൈവാധീനമൊക്കെ വരുത്തി മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യുകയാണ് എങ്കിൽ
ഗുണദായകമായ ഫലങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഉറപ്പായിട്ട്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾക്ക് നിദാനമായ വർഷമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്നേ പറയാൻ കഴിയുകയുള്ളൂ. കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഇടവക്കൂറുകാർ ഓർമ്മിപ്പിക്കുകയാണ്. ഈ മാസം, ഈ ഒരു വരുന്ന മനുമാസക്കാലം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. കാരണം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഇടവക്കൂറുകാരുടെ കർമ്മഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ചൊവ്വയും ശനിയും കൂടി ചേർന്ന് കർമ്മഭാവത്തിൽ നിൽക്കുന്ന അത്ര ഗുണകരമായിരിക്കില്ല. ഈ ഒരു മാസക്കാലത്തെ കാര്യമാണ്. അതിനെക്കുറിച്ച് വ്യത്യസ്തമായൊരു വീഡിയോ ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ട് കൂട്ടത്തിൽ പറയുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ശനിയും ചൊവ്വയും കൂടി ഒന്നിച്ചു വരുന്നത് അത്ര സുഖകരമല്ല. കർമ്മമേഖലയിൽ ചില പ്രതിസന്ധികളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ്. ഏറ്റവും അനുകൂലമായി ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് തൊഴുത് പ്രാർത്ഥിച്ചൊക്കെ മുമ്പോട്ട് പോവുകയും സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം നേടി ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോവുക. അങ്ങനെ വന്നാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് മോശമായ അനുഭവം ഉണ്ടാകുന്നതായിരിക്കുകയില്ല. അപ്പോൾ അത് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. കർമ്മമേഖലയിൽ ഈ ഒരു മാസക്കാലത്തിൽ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് മുൻകൂട്ടി കണ്ട് അതിനുവേണ്ടി പ്രതികരിച്ചത് തന്നെ മുമ്പോട്ട് പോവുക. അപ്പോൾ എല്ലാ ഇടവക്കൂറുകാർക്കും ഗുണദായകമായ ഒരു വിശ്വാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വിഷയമായി കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.